പലസ്തീൻ പ്രശ്നം എന്നേക്കുമായി അസ്തമിക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ആ പ്രസംഗത്തിലൂടെ നെതന്യാഹു ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിന് ശേഷവും നടന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫോക്സ് ന്യൂസിൻ്റെ പൊളിറ്റിക്കൽ ആങ്കറായിട്ടുള്ള ഒരാൾ തന്നെ സൗദി അറേബ്യയിൽ പറന്നിറങ്ങുന്നു. മുഹമ്മദ് ബിൻ സൽമാനുമായി ഇൻ്റർവ്യൂ നടത്തുന്നു. ആ ഇൻ്റർവ്യൂവിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു, സൗദി കിരീടാവകാശി പറയുന്നു, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലുമായി ബന്ധം നോർമലൈസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുകയാണ് എന്ന കാര്യം പറയുന്നു. അത്തരമൊരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 ആക്രമണം അതിൻ്റെ തൊട്ടുടനെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഈ സിനാരിയോ മൊത്തം മാറുന്നു എന്നുള്ളതാണ്. ലോകതലത്തിൽ പലസ്തീൻ പ്രശ്നം എന്നേക്കുമായി അങ്ങ് മൂടിവെക്കാം, സൗദി അറേബ്യയെയും അല്ലെങ്കിൽ UAEയും എല്ലാം ഒപ്പം നിർത്തിക്കൊണ്ട് ബന്ധം നോർമലൈസ് ചെയ്തുകൊണ്ട് പുതിയ മിഡിൽ ഈസ്റ്റ് സൃഷ്ടിക്കാം എന്ന ധാരണക്കുമേലുള്ള വലിയ അടിയായി അന്ന് ഒക്ടോബർ 7 ആക്രമണം മാറുന്നു. ഇന്ന് 2 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് GCC രാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഒരർത്ഥത്തിൽ ഇത് ഇസ്രായേലിൻ്റെയും വലിയ മണ്ടത്തരം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് GCC രാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരേ പ്രസ്താവന ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഖത്തറിൻ്റെ കൂടെ നിൽക്കുന്നു, ഖത്തർ എടുക്കുന്ന ഏത് ആക്ഷൻ്റെയും കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളും എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ UAEയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നെതന്യാഹു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണൽ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നാണ് നെതന്യാഹുവിൻ്റെ അഴിമതി കേസിലുള്ള ഹിയറിംഗ് നടന്നത്. സ്വാഭാവികമായും അവിടെ നിന്ന് ഇന്ന് വരേണ്ട ഒരു ചിത്രം എന്ന് പറയുന്നത് നെതന്യാഹുവിനെ ഈ ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു ചിത്രമായിരുന്നു. പക്ഷേ ആ ചിത്രം മാറ്റാൻ നെതന്യാഹു ബോധപൂർവം ശ്രമിച്ചു. ഇന്ന് ഇസ്രായേലി മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഖത്തറിൽ ആക്രമണം നടത്തി അത് വാർ റൂമിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിൻ്റെയും അതേപോലെ തന്നെ IDF ചീഫിൻ്റെയും അതേപോലെ തന്നെ സുരക്ഷാ മേധാവിയുടെയും ചിത്രമാണ്. ആ ചിത്രം റീപ്ലേസ് ചെയ്യുന്നതിലൂടെ നെതന്യാഹു വിചാരിക്കുന്നത് തൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ പുതിയ ഒരു മാറ്റമുണ്ടാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്ന ഘട്ടത്തിലെല്ലാം ഈ ഒരു പ്രയോഗമാണ് നെതന്യാഹു നടത്തിയിട്ടുള്ളത്. ഈ തരത്തിലുള്ള മറ്റൊരു ഹിയറിംഗിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയർന്ന ഘട്ടത്തിൽ കോടതി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇറാനിൽ നെതന്യാഹു ബോംബിടുകയും അവിടെ വലിയ ആക്രമണത്തിന് ഒരു യുദ്ധത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ താല്പര്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ തന്നെ താല്പര്യങ്ങൾ, അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് മൊത്തം എല്ലായിടത്തും തീയിട്ടുകൊണ്ട് ഒരു വീടിന് ചുറ്റും തീയിട്ട് അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ നെതന്യാഹു നിൽക്കുകയാണ്. എത്ര രാഷ്ട്രങ്ങളെയാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതെന്ന് നോക്കുക. ലബനാൻ ആക്രമിക്കുന്നു, യമൻ ആക്രമിക്കുന്നു, ഇറാഖിനെ ആക്രമിക്കുന്നു, സിറിയയെ ആക്രമിക്കുന്നു. അങ്ങനെ ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളിലും തീയിട്ട് ഇപ്പോൾ GCCയിലേക്കും ആ തീ പടർത്തി സമാധാനത്തോടു കൂടി ജീവിക്കാം എന്ന് നെതന്യാഹു വിചാരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയൊരു മൗഢ്യമായിരിക്കും. എന്ന് മാത്രമല്ല, ഈ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന നെതന്യാഹുവിൻ്റെ ആ ഒരു തീർപ്പ്, അതിൻ്റെ കൂടെ ഇസ്രായേൽ ജനത ഇനി എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ. ശരിയാണ്, ഇനി ഇസ്രായേലിൽ നിന്നുണ്ടാവുന്നതാണ് വളരെ പ്രധാന.